ഞാൻ 2 തവണ മണത്താക്കി. ഞാൻ 2 തവണ മണത്തി. ബ്ലൂ കളറിലെ സാധനം എന്താ? അത്രല്ലേ? അതെടുത്താ മതി. എനിക്കറിയാം, എനിക്കത്ര മതി. എനിക്കത്ര മതി. അതികടാ, നീ നമ്മളെ സോങ് കേട്ടിട്ടില്ല. നമ്മളെ സോങ് കൂടി കേട്ടിട്ട് നീ സന്തോഷായില്ലേ? ഞാൻ സിനിമയിലേക്ക് അങ്ങനെ സിനിമ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സ് ചെയ്തോണ്ടിരുന്ന വഴിതെറ്റി വന്ന കയറിയതാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ നിക്കണോ അതോ പോണോ. തണുപ്പെന്നൊരു സിനിമ എടുക്കുകയാണ്, അത് ഏത് ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റും? മിസ്റ്ററിയിലും പിടുത്തം, അതിൽ പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനൊരു ജോണറെന്നല്ല ആ സിനിമ. നമ്മള് അത് പക്ഷെ ടോട്ടലി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ന ജോണർ നമുക്ക് പറയാൻ പറ്റില്ല, അതിലൊരു എല്ലാം ഉണ്ടല്ലേ. കണ്ടന്റ് ആരും പറഞ്ഞിട്ടില്ല, അതാണ് നമ്മുടെ ഈ കണ്ടന്റ് ആരും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് വിശ്വാസമുണ്ട്. ഇതിലെ കുറച്ച് ഇൻസിഡൻസ് നിങ്ങൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിലെ ചില ഇൻസിഡൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടന്റ് തണുപ്പെന്ന് പറയുന്ന ഈ കണ്ടന്റ് പറഞ്ഞിട്ടില്ല. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി സേഫ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുന്നേ വേറെയും ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂബറിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലികളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, നല്ല ബുദ്ധിമുട്ടുകൾ അല്ല, അത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാ ഫീൽഡിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ വേർതിരിവുകളൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് ഇത്തരം ചൂഷണങ്ങൾ ഞാൻ ഇതുവരെ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. എന്ത് സംഭവിച്ചാലും നല്ലതിനാണല്ല. 5 വർഷം മുമ്പ് ഒരു സങ്കടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളത് ഓർത്തിരുന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. 5 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ നല്ല നിലയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തതിലും പ്രത്യേകിച്ച് ഒന്നിന്റെ കൂടെ ഒരു തള്ളു. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ ആൻഡ് ബി ഹിയർ. തണുപ്പൻ സിനിമയുടെ വിശേഷം നമ്മളോട് പങ്കുവെക്കാൻ 2 അതിഥികൾ ചേരുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? ഒരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിലിരിക്കാൻ തോന്നുന്നില്ല? സിനിമയുടെ ക്ഷീണമല്ലല്ലോ അല്ലേ? പേര് നമ്മുടെ തണുപ്പ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മൾ നോർമലി ഒരു സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആ കഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കഥയുമായിട്ട് എപ്പോഴെങ്കിലും കണക്ട് ചെയ്യുന്ന ഒരു ടൈറ്റിലായിരിക്കും എല്ലാ സിനിമകളിലും വരുന്നത്. എന്തുകൊണ്ടാണ് തണുപ്പ് എങ്ങനെയാണ് സിനിമയിൽ റിലേറ്റ് ആവുന്നത്? തണുപ്പ് ശരിക്കും ചുട്ടുപൊള്ളുന്ന ഒരു കഥയാണ്. അത് ടൈറ്റിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ, തിയേറ്ററിൽ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ ഈ തണുപ്പ് തോന്നില്ല, ചൂടായിരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേര് തണുപ്പ് എന്നാണ്. കാരണം തണുപ്പ് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു കഥയാണ് തണുപ്പ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ട സമയത്ത് എനിക്കിത് സത്യം പറഞ്ഞ ഒരു മിസ്റ്ററി ആ ലെവൽ ഫീൽ ചെയ്തു. ഓരോ ലൊക്കേഷൻസ് കാണിക്കുന്നു, ചെന്നൈ കാണിക്കുന്നു, ഒരു നാട്ടുമ്പുറം കാണിക്കുന്നു, പിന്നെ കൊച്ചിയുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു. അപ്പം 2 പേരുടെ സ്വഭാവങ്ങളും കോസ്റ്റ്യൂംസ് മാറുന്നു, ട്രാക്കുകൾ മാറുന്നു. അപ്പോൾ 3 കഥകൾ ഒരുമിച്ചാകുന്നതാണോ അതോ ഒരേ ആൾക്കാരുടെ തന്നെ കഥകൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇതായിട്ട് ഓൾട്ടർനേറ്റീവിൽ പോകുന്നതാണോ? അത് 2 ക്യാരക്ടേഴ്സിന്റെ കഥ ഡിഫറെന്റ് ഇതിലെങ്ങനെ പോകുന്നതാണ്. 3 കാലഘട്ടം പറയുന്നത് ഒരേ ഇത് തന്നെയാണ്, പക്ഷെ 3 കാലഘട്ടത്തിൽ ഒരേ കഥാപാത്രങ്ങളല്ലേ? 2 പേരുടെ സ്വപ്നം സിനിമയായിരുന്നു സത്യം പറഞ്ഞാൽ. നിതീഷേട്ടന്റെ സ്വപ്നങ്ങൾ സിനിമയാണെന്ന് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂസ് എല്ലാം കേട്ടിട്ടുണ്ട്. സിനിമ ആഗ്രഹിച്ച സിനിമ അഭിനയിക്കാൻ പോയി. എന്നെ നിർബന്ധിപ്പിച്ചിട്ട് ഒക്കെയാണ് ഒരു PSC എഴുതിപ്പിച്ചത്. അതായത് എനിക്ക് വേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, സിനിമ തന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. സിനിമയിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു. ഞാൻ സിനിമയിലേക്ക് അങ്ങനെ സിനിമ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സ് ചെയ്തോണ്ടിരുന്ന വഴിതെറ്റി വന്ന് കയറിയതാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ നിക്കണോ അതോ പോണോ. അങ്ങനെ അപ്പൊ ഞാൻ സ്പോർട്സ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ്. അത്ലറ്റ് ആയിരുന്നു. സ്പ്രിന്റ് 100, 200, 400 ആയിരുന്നു എന്റെ ഇവന്റ്. ഓട്ടക്കാരിയായിരുന്നു. അപ്പൊ എനിക്ക് നാഷണൽസ് മെഡലുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ചെറിയൊരു ഇഞ്ചുറി വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതാണ്. ചെറിയൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ സ്പോർട്സ് അത്ര ഇഷ്ടമായതുകൊണ്ട് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യണം
എന്തായാലും ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ പോലീസ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്തായാലും പോക്ക് നടക്കില്ല, കാരണം അത്രയും റെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം പനമ്പള്ളി നഗർ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ. ജിമ്മുണ്ട്? ജിം സ്റ്റാർട്ട് ചെയ്തു. സ്ക്വാട്സ് ആൻഡ് ലഞ്ചസ് എന്നാണ്. ഒരാളെ കണ്ണത് കുറെ നാളെ ഒന്ന് വണ്ണം വെച്ചൊന്ന് ഫിറ്റ് ആവാനായിട്ട് ഒരു എളുപ്പ വഴി എന്ന് പറയാൻ പറ്റും? എളുപ്പ വഴിയൊന്നും എവിടെ, ഒരു എളുപ്പ വഴിയില്ല. കഷ്ടപ്പെട്ടിട്ട് തന്നെ വണ്ണം വെക്കാനാണെങ്കിലും വേണം, കുറയ്ക്കാനാണെങ്കിലും. ഒരു നല്ലൊരു ടിപ്പ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ള? അല്ല, ഫുഡ് നന്നായിട്ട് പ്രോട്ടീൻ ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്നാലും കൂടെ പഠിക്കണമെങ്കിൽ വേണം പനമ്പള്ളി ജിമ്മിൽ വന്നാ പഠിപ്പിച്ചു തരാം. ഇതിനകത്തൊന്നും ടിപ്പ് പറയാൻ ഇതിന്റെ ഇടയിലൂടെ ഒരു പ്രൊമോഷൻ കൂടി നടക്കുന്നുണ്ട്. കിടക്കട്ടെ. സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമായതേ. അല്ല, അഡ്മിഷൻ ചെല്ലുമ്പോ ഡിസ്കൗണ്ട് കിട്ടിയാലോ? അതെ. അപ്പം പിന്നെ 2022 ഞാൻ മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞൊരു ഇവന്റ് ചെയ്തു. അതിലും നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ അറിയാം, ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ, ഫിറ്റ്നസും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇവന്റ് അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും മോഡലിംഗിലേക്ക് വരുന്നത്. മോഡലിംഗിലേക്ക് പതുക്കെ വന്നു. പിന്നെ ഒരു 1 ഇയറിനുള്ളിൽ ഞാൻ സിനിമ ചെയ്തു. സിനിമ ഒരു സുധീഷ് മേനോൻ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. ആളാണ് എനിക്ക് തണുപ്പിൻ്റെ ഇവരെ കണക്ട് ചെയ്യുന്നത്, രാകേഷ് ചേട്ടനെ കണക്ട് ചെയ്തത്, ഡയറക്ടർ. പിന്നെ സ്ക്രിപ്റ്റ് കേട്ടു, സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, വീട്ടിൽ സംസാരിച്ചു, ഓക്കെ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നു. അതാണ് എന്റെ സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ. ജിബി ആ പേര് യുണീക്കാണ്, അത് ആരും ഇവിടെ കേട്ടിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ഇത്? കുറച്ച് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എപ്പോഴെങ്കിലും ഗൂഗിൾ സെർച്ച് നോക്കിയിട്ടുണ്ടോന്ന്, നമ്മളൊരു സെലിബ്രിറ്റി ഇതിൽ നോക്കി, അങ്ങനെ പറയാൻ മാത്രം ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ലിബിയ എന്ന് പറഞ്ഞൊരു കൺട്രി അതായിരിക്കും കാണും. പക്ഷെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, അതാണ് ഞാൻ കണ്ടത്. ചിലപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതാണ് വന്നത്. അപ്പൊ ഞാൻ അതായിരിക്കും അതിന്റെ മീനിങ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു വിശ്വാസത്തിലാണ് പോകുന്നു. നിധിച്ചേട്ടാ, അപ്പം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ സ്വപ്നങ്ങളുണ്ടാവും. ഇപ്പം ഒരു ADയുടെ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡേ ടു നൈറ്റ് ഉണ്ടാവും, സീൻസ് എല്ലാം ഷെഡ്യൂൾ ചെയ്യണം, അവർക്കത് ചെയ്യണം, ഡയലോഗ് കോംപ്റ്റ് ചെയ്യണം, കറക്റ്റ് ഓർഡർ ആക്കണം, ഡേ നൈറ്റ് പട്ടിപ്പണിയായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിറങ്ങുന്നതുകൊണ്ട് നമുക്ക് അത് വലിയ കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നുന്നില്ല. സിനിമ എന്ന മോഹത്തോടെ ഇറങ്ങിയുണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനോട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് തോന്നുന്നത്. കുറച്ച് പ്രായം ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴാണ്. ആദ്യമൊക്കെ നമ്മൾ തുടക്കകാലത്ത് ഭയങ്കര ഇഷ്ടമാണ്, എത്രത്തോളം വേണമെങ്കിലും വർക്ക് ചെയ്യാൻ അറിയില്ല. ആദ്യം പൈസ കുറവായിരിക്കും, പിന്നെ പൈസ കൂടും, അങ്ങനെ ഉണ്ടാകുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പം അടുത്ത കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, കുറേ 2-3 പടങ്ങൾ ഷെഡ്യൂളായി ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. വേറെ ഇന്ന മാസം തുടങ്ങുമെന്ന് പറയുന്നു, നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അടുത്ത മാസവും പിന്നത്തെ 1 മാസം കൂടിയാവും, തുടങ്ങുന്നില്ല, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് മാറുന്നു, പിന്നെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കഥ പറയാൻ പോകുന്നു, ചിലത് ഓക്കെ ആവുന്നില്ല, ചിലത് മാനേജേഴ്സിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നോക്കുന്നു. അവരുടെ അടുത്ത് കഥ കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ആർട്ടിസ്റ്റുകൾ കഥ കേൾക്കുന്നുണ്ടോ, നമ്മൾ സംസാരിച്ചത് മാനേജേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചത് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഈ ഫീൽഡ് വിട്ടാലും തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആഗ്രഹിച്ചിറങ്ങിയോണ്ട് പുറകോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥ. പറ്റാത്തത് പറഞ്ഞാൽ കുറേ നാൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ ലൈഫിൽ എത്രയോ നാളുകളിലായി, എനിക്കൊന്ന് 12 വർഷം ആയി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്. അതിന് മുന്നേ ഞാൻ ഫിലിം ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലം നമ്മളെ ലൈഫിൽ വലിയൊരു ഭാഗം തന്നെ സിനിമയ്ക്ക് വേണ്ടി മാറ്റി. പക്ഷെ ആ ഒരു വലിയ ആഗ്രഹത്തിന് പുറകെ ഓടിക്കൊണ്ട് ഇന്നിപ്പോ നായകനായിട്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു, അല്ലേ? അതെ അതെ അതെ. അന്നൊന്നും ഞാൻ അങ്ങനെ നായകനാകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. സിനിമയിലൊന്നും മുഖം കാണിക്കാൻ 4 ആൾ തിരിച്ചറിയാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫെമിലിയറായി നടക്കുക എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും മിക്ക ആളുകൾ. അങ്ങനെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷം ആ ആഗ്രഹത്തിനോട് കുറച്ച് വിട പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ജോലിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ അതൊരു കലയാണ്. ഒരു ആർട്ടിസ്റ്റിന് അത് എങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയൊരു നല്ല ടാസ്കാണ്. എങ്ങനെയാണ് പ്രേക്ഷകൻ എന്ന് പറയുന്ന ആള് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക? നമ്മളിപ്പം വിചാരിക്കുന്നത് ഇന്ന ആർട്ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ ചിലർ പറയുന്നില്ലേ, ഇന്ന നടൻ ചെയ്തത് മറ്റൊരു നടന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ന നടൻ ചെയ്തത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും. അതെങ്ങനെ പ്രേക്ഷകൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനും കൂടി ജഡ്ജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഡയറക്ടർക്ക് വേണം. തീർച്ചയായും വേണം. ഫസ്റ്റ് തന്നെ ഒരു വിഷൻ എന്ന് പറയുന്ന ഡയറക്ടറെ ആണ്, എങ്ങനെയാണ് സിനിമ ഔട്ട് വരിക എന്നുള്ള ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഡയറക്ടറാണ്. ടോട്ടലി എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളതിലാണ് സിനിമ
തീർച്ചയായും. അപ്പം എന്തായാലും നായകനായിട്ടൊക്കെ സിനിമ ഇറങ്ങി, ഇനി ഡയറക്ടോറിയലിലോട്ട് ചവിട്ടിക്കറായിട്ട് പ്ലാൻ ഉണ്ടോ? ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ട്രൈ ചെയ്തത്. അപ്പോൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്താ ചോദിച്ചു ഇപ്പോഴും അവസരം ബുക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അതെ, നേരത്തെ പറഞ്ഞു വെക്കുവാണെങ്കിൽ മൊയിലാളി. അപ്പൊ തണുപ്പ് എന്നൊരു സിനിമ എടുക്കുകയാണ്, അത് ഏത് ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റും? ഒരു എനിക്കത് കണ്ടപ്പോൾ ഒരു മിസ്റ്ററി ആ ഒരു ഫീലിംഗ് ട്രെയിലർ കിട്ടിയായിരുന്നു. ശരിക്കും മിസ്റ്ററി ആണോ? മിസ്റ്ററിയിലും പിടുത്തം, അതിൽ പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനൊരു ജോണർ എന്നല്ല ആ സിനിമ. നമ്മൾ അത് പക്ഷെ ടോട്ടലി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ന ജോണർ നമുക്ക് പറയാൻ പറ്റില്ല, അതിലൊരു എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്. നിങ്ങൾ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ആയിട്ടുള്ളതും അങ്ങനത്തെ എല്ലാ ഇതും തണുപ്പ് പറയുന്നുണ്ട്. ഇതിലും പോകുന്നുണ്ട്. ഒരു മൂഡിൽ കയറി ഇങ്ങനെ വേറെ പല മൂഡുകളിലൂടെ വന്ന് അവസാനം അത് കണ്ടു തന്നെ ചെറുതായിട്ട് പറഞ്ഞോണ്ടല്ലോ മൊത്തത്തിലങ്ങ് പറഞ്ഞു പോകും. പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറൊക്കെ താഴെ ഇരിപ്പുണ്ട്. വേറെയുള്ള ഇന്റർവ്യൂവിൽ അവർ അവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് മൂക്കൊണ്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നമ്മളെ എന്തൊക്കെയാ പറയുന്നത്, കഥ പറയുന്നത്. പക്ഷെ തണുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എപ്പോഴെങ്കിലൊക്കെ ആ ക്യാരക്ടേഴ്സ്, അതിനകത്തുള്ള ക്യാരക്ടറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും, ഓഡിയൻസിന്റെ അടുത്താണ് പറയുന്നത്, നിങ്ങളായിട്ട് എപ്പോഴെങ്കിലും കാണും. ആ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആയിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും ആ ക്യാരക്ടറിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ര ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ കണ്ടിട്ടാണ് രാകേഷാണ് ഞാൻ തമ്മിൽ ചർച്ച ചെയ്ത ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടാണ് ചർച്ച ചെയ്തത്. അതിന് ശേഷം അത് അയാൾക്ക് മാത്രമാണോ അല്ലെ മറ്റു പലർക്കും ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ്. അതിൽ കുറെ ജെന്യൂൻ ആയിട്ട് ഭയങ്കര റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നിങ്ങളുടെ കഥാപാത്രം എന്താണ് ഇതിനകത്ത്? ഞാൻ പ്രതീഷ് എന്നാണ് പേര്. പ്രതീഷ് ഒരു പെയിന്ററാണ്. അത് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ട്രീസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അതിനകത്ത്. എനിക്ക് ഫസ്റ്റ് അതിനകത്ത് കണ്ടപ്പോൾ ഒരു ആദ്യമൊക്കെ നോർമൽ രീതിയിൽ പോയിട്ട് അവസാനം ആകുമ്പോഴേക്കും ഒരുപാട് സൈക്കോ ലെവലിലോട്ടൊക്കെ ക്യാരക്ടർ മാറുന്ന സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മൂഡുകളാണ് എല്ലാ. ഇപ്പം ഇതിലെല്ലാ നേരത്തെ ചോദിച്ചു, വേറൊരു ഇന്റർവ്യൂ ചോദിച്ചിരുന്നു ഏതൊക്കെ ഇമോഷൻസ്, എല്ലാ ഇമോഷൻസ് ഇതിൽ നമ്മൾ ഇടേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ പടത്തിൽ തന്നെ നമ്മളെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇമോഷൻസ് ആണ് ഞങ്ങളെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആഗ്രഹിച്ചിറങ്ങിയതിന് അത്രത്തോളം റിസൾട്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കിയൊക്കെ പ്രേക്ഷകൻ പറയേണ്ട സാധനമാണ്. ഞങ്ങളുടെ പ്രതീക്ഷയിൽ സിനിമ വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ടൊരു മോശം എന്ന് പറയാത്ത നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളത് 100% വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരിമായ ഒരുപാട് കണ്ടന്റ് ഉള്ള സിനിമ നമ്മളിപ്പോൾ നമ്മുടെ ഈ വർഷം തന്നെ എടുക്കണം, ഒരുപാട് കണ്ടന്റ് ഉള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ വലിയ വലിയ താരമൂല്യമുള്ള പടങ്ങൾ പോലും കീഴിൽ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറിയ പടങ്ങളൊക്കെ മൗത്ത് പബ്ലിസിറ്റിയുടെ റീച്ച് ആവുന്നതും പിന്നെ വലിയ വലിയ നിലയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം കിഷ്കിന്ദ കണ്ടാം, അത് ആദ്യമേ ഒന്നും വലിയ റീച്ച് ഇല്ലായിരുന്നു. പക്ഷെ ആളുകൾ പറഞ്ഞു കിട്ടിയപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞിരിക്കുകയാണ് പല സിനിമകളും. പക്ഷെ അതേപോലെ റീച്ച് ആവാറില്ല. തണുപ്പിന് അങ്ങനെ ഒരു പേടിയുണ്ടോ? തണുപ്പിന് മറ്റേതൊരു ആസിഫ് അലി, അപർണ ബാലമുരളി, കുട്ടേട്ടൻ, ഒരുപാട് പേരുണ്ട്. പിന്നെ അതില് ഗുഡ്വില്ല്, പിന്നെ അലക്സ് ഏട്ടൻ, ഒരുപാട് പേര് അതിന്റെ പുറകിലുണ്ട്. അപ്പോൾ അത്യാവശ്യം ആസിഫ് അലി സിനിമ എന്നുള്ള ഒരു ലെവലെങ്കിലും ഉണ്ട്. ഇതിൽ നമ്മൾ രണ്ടുപേരും പുതിയ ആളുകളാണ്. തിയേറ്ററിൽ എത്രത്തോളം ആളുകൾ വരുമെന്നില്ല. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മോശം പറയില്ല എന്നുള്ള 100%. തിയേറ്ററിലേക്ക് ആള് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വാസമുണ്ട്. കിഷ്കിന്ദ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കിഷ്കിന്ദ വളരെ ഒരു സ്ലോ പേസ് അല്ല, അങ്ങനത്തെ ഒരു എങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്ന് ആദ്യം മനസ്സിലാവും, പിന്നീട് നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയാണ് ടോട്ടൽ. അങ്ങനെ എങ്ങോട്ടാ പോണേ, എവിടെയാണ് അവസാനിക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. തീർച്ചയായും അങ്ങനത്തെ എലമെന്റ് ഉണ്ടെങ്കിൽ അതാണല്ലോ ഒരു സിനിമ എന്ന് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിക്കുക എന്നാണെങ്കിൽ തന്നെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾക്ക് ആളുകൾ കഥയിൽ തന്നെ ആയിരിക്കും ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സിനിമ എന്നൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, അതിനായിട്ട് ഇറങ്ങി തിരിച്ചു, അതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ. നമ്മൾ കഷ്ടപ്പെട്ടതിനേക്കാൾ മുകളിൽ എത്രയോ
കഥകളുണ്ട്, പിന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്. വേറൊരാളോട് രണ്ടാമതൊരാൾ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന കഥകളല്ലേ, പണിയെടുക്കുന്നതിന് തന്നെ വേദന അറിയത്തുള്ളൂ. അതെ അതെ. അപ്പം എപ്പോഴേലും ഏതെങ്കിലും പോയിന്റിൽ ഈ സിനിമയുടെ സെറ്റിലോ ഏതെങ്കിലും പോയിന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കല്ലോ? വർക്ക് ചെയ്യുന്നതിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും. കാരണം ഈ ക്രൂ തണുപ്പിൻ്റെ ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ ചെയ്തൊരു പടമാണ്. നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഷൂട്ടിംഗ് പാക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. നാളെ തൊട്ടില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴും എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ടൈം ഉള്ളപ്പോൾ എല്ലാവരുമായിട്ട് കാണാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തൊരു പടമാണ് തണുപ്പ്. അപ്പം അങ്ങനത്തെ ഒരു വർക്കിൽ അങ്ങനത്തെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ക്രൂ ആയിരുന്നു. അപ്പൊ നല്ലൊരു ക്രൂവും നല്ലൊരു കംഫർട്ട് സോണും ആണെങ്കിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും കൂടെ പോസിറ്റീവ്. ഇവരൊക്കെ സിനിമ നിതീഷ് ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പടം കണ്ടപ്പോഴും എല്ലാവരും പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഇതല്ല, ബാക്കിൽ ഇവർ സപ്പോർട്ട് ചെയ്യാൻ രാകേഷ് ചേട്ടനാണേലും ഇപ്പോൾ നിതീഷ് ആണേലും ബാക്കി ഇപ്പം മണികണ്ഠൻ എന്നാണ് ഇതിൻ്റെ DOP പേര്, ആളാണെങ്കിലും ആ ടീമിലുള്ള ഓരോരുത്തരും എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇപ്പം രാജേഷ് ക്രിയേറ്റീവ് ഡയറക്ടറുണ്ട്, രാജേഷ് ഗരാം എന്നാണ് പേര്, ആളാണെങ്കിലും എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു തന്ന് ആ ക്യാരക്ടറിനെ അത്രത്തോളം ഡീപ്പായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തിനാണത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കത് അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്താലാണ് ആ ക്യാരക്ടറിനത് മാച്ച് ആവുള്ളൂ. അപ്പോൾ അത്രയും നന്നായിട്ട് അവരത് പറഞ്ഞു തന്നുകൊണ്ടാണ് എനിക്കത് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയും കൂടെ പറയാണ്. കാരണം തീർച്ചയായും അങ്ങനെ ഒരു നല്ല ടീം ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പം ഫസ്റ്റ് ഇതിന്റെ ടീസർ എനിക്ക് കണ്ട സമയത്ത് ഈ ഒറ്റമുറി വെളിച്ചെന്നൊരു പടം ഇറങ്ങി, ദീപകിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതേപോലത്തെ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ സറൗണ്ടിങ്സ്, നേച്ചറിന്റെ അതൊക്കെ കണ്ട് പിന്നീട് മാറി ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് അതുമായിട്ട് ഇത് തോന്നിയില്ല. ടീസർ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നി ട്രെയിലറാണ് അത്. അത് ഫസ്റ്റ് അത് എനിക്കത് കണ്ടപ്പോഴേക്കും എനിക്കൊരു ഇത് തോന്നിയായിരുന്നു, നേച്ചറിന്റെ ആ ഇത് കണ്ടപ്പോഴേക്കും ആ ഒരു ചുറ്റുപാടും ഇതുണ്ട്. പിന്നീട് അത് ബാക്കിയോടെ കണ്ടു കഴിയുമ്പോൾ ഇതല്ല എന്നൊരു ഫീൽ കിട്ടിയായിരുന്നു. ഓരോ സിനിമകളും ഇപ്പോൾ ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ കമ്പാരിസൺ ആണ്. ഇത് ആ പടമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുള്ള പടം പോലെ ഉണ്ടല്ലോ, അങ്ങനത്തെ കമ്പാരിസൺ എപ്പോഴും വരാറുണ്ട്. ഈ തണുപ്പ് എന്നൊരു സിനിമ ഓൾറെഡി പറഞ്ഞു നമുക്ക് ചുറ്റുമുള്ളവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്നുള്ളത്. ഈ കഥ ആരും പറഞ്ഞിട്ടില്ല, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതാണ് ഈ കണ്ടന്റ് ആരും പറഞ്ഞിട്ടില്ല, അത് എനിക്ക് വിശ്വാസമുണ്ട്. ഇതിലെ കുറച്ച് ഇൻസിഡൻസ് നിങ്ങൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ഈ സിനിമയിലെ ചില ഇൻസിഡൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടന്റ് തണുപ്പ് എന്ന് പറയുന്ന ഈ കണ്ടന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും 100% കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഈ കഥ നിങ്ങളിൽ കേൾക്കുന്ന സമയത്ത് ഞാൻ ഈ കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഥാപാത്രം എന്റെയാണ്, ഞാൻ ഇത് എത്രത്തോളം എഫേർട്ട് ഇടണം എന്ന് തോന്നിക്കാനായിട്ടൊരു എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ എലമെന്റ് എന്തായിരുന്നു? ഇപ്പം എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം ഹീറോയിനായിട്ട് തന്നെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പം ഹീറോയിൻ്റെ കഥയാണല്ലോ എൻ്റെ അടുത്ത് കൂടുതലും, ആ ക്യാരക്ടറിനെ പറ്റിയായിരിക്കുമല്ലോ കൂടുതലും സംസാരിക്കും. സ്ക്രിപ്റ്റ് ടോട്ടലി പറഞ്ഞു തന്നിരുന്നു, പക്ഷെ എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരുമല്ലോ. അപ്പം അത് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്തൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് വേഗം കണക്റ്റായി. അപ്പം ഞാൻ ആലോചിച്ചു കൊള്ളാം, ഇത് ചെയ്താൽ കൊള്ളാം. അപ്പം അവർ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഇമോഷണൽ അല്ലെങ്കിൽ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും ഉണ്ടാകുന്നത്. അപ്പം ഇത് വർക്കൗട്ട് ആവും എന്നൊരു സാധനം എനിക്ക് കണക്റ്റായി. അപ്പം ഓക്കെ, ഇത് ചെയ്യണം, ഇതെന്തായാലും നല്ലൊരു സാധനമാണ്, ഇതങ്ങനെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരിതാണ്, അത് ചെയ്താൽ കൊള്ളാം. അങ്ങനെയാണ് ശരിക്കും ഞാൻ ചെയ്തത് പടം. എനിക്ക് ഇതിൻ്റെ സംവിധാനം രാകേഷ് ചേട്ടൻ ഈ കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ഞാൻ രാകേഷിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓൾറെഡി ആദ്യമേ അറിയാം, ഇത് എങ്ങനെ രാകേഷിനെ മേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതായിരിക്കും, ഇത് നല്ലൊരു സാധനമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാകേഷ് ചേട്ടൻ പറയുന്ന ഒരു പുതിയ ആൾ ചെയ്യണം, നിതീഷ് നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ രാകേഷ് ചേട്ടനെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാകേഷ് ചേട്ടൻ വേണ്ട, നിങ്ങൾക്ക് ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഞാനും കുറേ വർക്ക് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, ആരുടെ വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ രാജൻ പറഞ്ഞു വേണ്ട, ഈ പടം എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം, ഈ സിനിമ ഇതാണ് ആഗ്രഹിക്കുന്നത്. എനിക്കും അറിയാം അത് ഒരു പുതിയ ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ
കുറച്ച് ഗുണങ്ങളുണ്ട് ആ സിനിമയ്ക്ക് എന്ന് എനിക്ക് ഒരു പുതുമുഖങ്ങൾ പറഞ്ഞല്ലോ പുതുമുള്ള പറഞ്ഞാൽ ചില സാധനങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ചില സാധനങ്ങൾ നമ്മൾ ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരാളുടെ തല കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അയാളായിരിക്കും എന്നൊക്കെ തോന്നുന്നൊരു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേക്ക് ചെയ്ത് വരുമ്പോൾ ടോട്ടലി ഒരു പുതിയ ആളുകളായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി. നമ്മളിപ്പോ നോർമലി ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് പല കാറ്റഗറീസ് ഉണ്ട്. ഈ അവാർഡ് കാറ്റഗറി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഉണ്ട്, മസാല പടങ്ങളുണ്ട്, മാസ് മസാലാസ്, അങ്ങനത്തെ സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. തണുപ്പെന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഏത് ജോണർ ഏത് കാറ്റഗറി നമുക്ക് കൊടുക്കാൻ പറ്റും? ഇതൊരു കൊമേഴ്സ്യൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ രീതിയിൽ ഒരു നമ്മൾ തിയേറ്ററിലേക്ക് വേണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ ചെയ്ത സിനിമയാണ്. അതിൽ സോങ് കണ്ടിരുന്നല്ലേ? ഞാൻ സോങ് കണ്ടില്ല, ട്രെയിലറൊക്കെ. അപ്പം അപ്പൊ എന്താ അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളത് എവിടെയാണ് പറഞ്ഞത് നമ്മള് കുണ്ടന്നൂർ പാലം കഴിഞ്ഞ് നിർത്തിയ പോലെ നമ്മുടെ സിനിമയ്ക്ക് ഒരു 10-14 അവാർഡുകൾ കിട്ടിയത്. അവാർഡ് സിനിമയല്ല, അതിന്റെ കണ്ടന്റിനാണ് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഇന്ത്യൻ സിനിമയായിട്ട് ഒരു 17 അവാർഡ് എന്നിട്ട് ഇപ്പൊ കിട്ടി. ബെസ്റ്റ് ഇന്ത്യൻ സിനിമയായിട്ട് 10-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്തു. അതിന്റെ ആ കണ്ടന്റിന് തന്നെയാണ് കൂടുതൽ. ബെസ്റ്റ് ഡയറക്ടർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൽ ബെസ്റ്റ് ഡയറക്ടർക്ക് കിട്ടി. കഴിഞ്ഞ വർഷം നമ്മുടെ ദുൽഖറിന്റെ പടത്തിനായിരുന്നല്ലോ. ഈ വർഷം നമ്മുടെ 777 ചാർലിന്റെ ഡയറക്ടറിനാണ് അതിന് മുന്നേ കിട്ടിയത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വേറെ വലിയ പടങ്ങളുമായിട്ടാണ്. പക്ഷെ അത് ഇവിടെ ചർച്ചകളൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, ഭീകരമായിട്ട് ചർച്ചയൊന്നും ആയിട്ടൊന്നുമില്ല. നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് പുതിയ ആളുകളുടെ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ബാക്കി ഇപ്പം നമ്മളിപ്പോൾ അതിലൊരു വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിവിടെ ചർച്ചയാവും. ഒരു ചെറിയൊരു ഫെസ്റ്റിവലിന് ഒരു 3-ാം സ്ഥാനം കിട്ടിയാൽ 2-ാം സ്ഥാനത്ത് കിട്ടിയാൽ ഇതാവും. നമ്മുടെ ഇന്റസ്ട്രിയുടെ ഒരു ദോഷം എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അംഗീകരിക്കപ്പെടേണ്ട അംഗീകരിക്കുക, ചെറുതോ വലുതോ എന്നുള്ളതല്ല. പിന്നെ ഇത്തരം എനിക്ക് തോന്നി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ഇന്റർനാഷണൽ അവാർഡുകൾ കുറച്ച് ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അംഗീകരിക്കപ്പെടുന്നതാണെങ്കിൽ അത് അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചില സാധനങ്ങളിലായിരിക്കും കൈകടത്തലുകൾ, രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ വരുന്നത്. അത്തരം സാധനങ്ങളിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ അറിയാത്ത കൂടി ആൾക്കാരാണ്, ഇന്ന ആൾക്കാരാണ് എന്നും കൂടി അറിയാത്ത സിനിമയിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലേ ഇപ്പൊ നമുക്ക് കയറാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കും. ഉണ്ടെന്ന് എനിക്ക് ചെറിയ തോന്നലുകളൊക്കെ. നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോ ഡെയിലി ഇപ്പൊ കാണുന്ന ന്യൂസുകൾ അറിയുന്നുണ്ടാവുമായിരിക്കും. അപ്പം സിനിമ എന്ന ഇൻഡസ്ട്രി എപ്പോഴും സേഫ് ആണെന്നുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞിടയിലുണ്ടായ ഇഷ്യൂസിലൊക്കെ സിനിമയിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നത് പലരും ബാക്കൗട്ട് ചെയ്തു. സിനിമ എന്ന് പറയുമ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ഫീൽഡ് പോലെ, അങ്ങനത്തെ എന്തൊരു ഫീൽഡ് പോലെ ആയിപ്പോ സിനിമ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു ഒരു കാലത്ത്. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി സേഫ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ അതിന് മുന്നേ വേറെയും ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂബറിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഇലക്ട്രോണിക് ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലികളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ല, അത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ വേർതിരിവുകൾ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് ഇത്തരം ചൂഷണങ്ങൾ ഞാൻ ഇതുവരെ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കഴിവെന്നല്ല, ഈ എന്താ പറയാ, ഇപ്പം ചില കാര്യങ്ങൾ വേർതിരിവ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഇങ്ങനെ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്, കുപ്പി ഗ്ലാസ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ കുറേ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ തുടച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞ് മലയാള സിനിമയിൽ നിന്ന് അഭിപ്രായമുള്ളതാണ്. അത് എപ്പോഴും ഞാൻ ഏത് പ്രൊഡക്ഷനിൽ പോലും ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ബഹളം വെക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാതെ മറ്റു കാര്യങ്ങൾ എനിക്കങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ഫീൽഡിലേക്ക് കുറച്ച് അങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ അല്ലേ? മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം സിനിമയിൽ. എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കണം, എല്ലാവരും വരണം എന്ന് തന്നെയാണ്. എല്ലാ ആളുകളും വരണം, പക്ഷെ വരുന്നവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇതിലേക്ക് വരരുത്. ഈ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ 5 മണിക്ക് സിനിമയിൽ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണിക്ക് നമ്മളെ കൂട്ടാൻ ട്രാവലർ വരും. അസിസ്റ്റൻസൊക്കെ ഉള്ള പണിയാണ്. 6 മണിക്ക് വരുമ്പോൾ അതിന് വണ്ടി കയറി പോകണം. പോയി കഴിഞ്ഞ് 9 മണിക്ക് ഷൂട്ട്, 9 മണി വരെ, ഒരു 9:30 വരെയൊക്കെ പോകും. റൂമിൽ വന്ന് കുളിച്ച് കിടന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോഴേക്ക് വന്നു. പിന്നെ തലേന്നത്തെ പേപ്പർ വർക്ക് എല്ലാവർക്കും ഇതൊക്കെ കൊടുത്ത് കിടക്കുമ്പോഴേക്കും 12 മണി 1 മണിയാവും. വീണ്ടും 5 മണിക്ക് എഴുന്നേക്കണം.
ഭയങ്കര സുഖം എന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടി. സിനിമ എന്ന് പറയുന്ന ഒരു മായാലോകം അല്ല, മായാലോകമല്ല, സത്യസന്ധമായിട്ടുള്ള മായാലോകമല്ല. ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഭയങ്കര പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞ ആളുണ്ട്. എന്നെ അതേപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അതിനുള്ള ഫലം ഉണ്ടാവും, ഫലം കിട്ടും. അത്രേ ഉള്ളൂ. ദിവ്യ, ഞങ്ങൾ ചെറിയ സിനിമയിലൊക്കെ പോയി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ജിബിയുടെ ലൈഫിൽ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്വപ്നം എന്തായിരിക്കും? എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്പോർട്സ്. ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സ് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ആ സ്പോർട്സിൽ ഞാൻ വിചാരിക്കുന്നൊരു സ്ഥലത്തെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വപ്നം. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇഞ്ചുറിയൊക്കെ വന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിനേക്കാളും വലിയൊരു ഗിഫ്റ്റാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, സിനിമ അല്ലെങ്കിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇവിടെ വന്നിരിക്കാനുള്ള അവസരം ചിലപ്പം അന്ന് അത് സംഭവിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന പിന്നെ വേറെ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്നത് അത് ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. ലൈഫിൽ എപ്പോഴും റിഗ്രറ്റ്സ് ഉണ്ടോ? എന്തോ ലൈഫിൽ എപ്പോഴും റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്നത് ചെയ്തു പോകാന്നുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും അതായത് എന്ത് സംഭവിച്ചാലും നല്ലതിനാണെല്ലാം. 5 വർഷം മുമ്പ് ഒരു സങ്കടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളത് ഓർത്തിരുന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. 5 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ നല്ല നിലയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. എപ്പോഴും നമുക്കൊരു മോശം വശം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്കൊരു നല്ല വശം വരും. വരണമല്ലേ? വന്നു, എനിക്ക് വന്നു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്തതിലും പ്രത്യേകിച്ച് ഒന്നിന്റെ കൂടെ ഒരു തള്ളു. രണ്ടുപേരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇറങ്ങിയിട്ട് വേണം ഇവിടെ നിൽക്കണോ പ്രേക്ഷകർ തീരുമാനിക്കണം. നമ്മുടെ സുഹൃത്ത് ഏതൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരണം, കൊടുക്കാം. നമ്മുടെ പ്രിയ സുഹൃത്തായ അതെ ഒന്ന് കൊടുക്കും. അല്ല കൊടുക്കും. എന്തോ പണിയാണ്. അതെ, ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം. മണക്കണം, ഒരെണ്ണം എടുക്കാം. ഇത് കാട്ടുള്ളിയാണ്. എന്തോ ആണ്. പരിപാടികൾ കഴിഞ്ഞു. ഒരാൾക്ക് എടുക്കാം, ഒരെണ്ണം മടുക്കാം. കാട്ടുള്ളി തലവേദന പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ നമ്മളെ സംവിധായകൻ താഴെയിട്ട് വേണമെങ്കിൽ വിളിക്കാം. ചെങ്ങായിക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. ചെങ്ങായി പ്രോഗ്രാം കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതായിട്ട് എനിക്ക് ബന്ധമില്ല. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സംവിധായകനെ വിളിച്ചു വരത്തില്ലായിരുന്നു. ഇത് പുള്ളിക്കാരനെ ഇത് വലിച്ച് ഇപ്പൊ തീർത്ത് തന്നായിരുന്നു. എനിക്ക് എത്ര ഉണ്ടെന്ന് ചോദിക്കും. ഇത് ഈ മനുഷ്യന് ഭയങ്കര അഡിക്റ്റ് ആണ് ഈ സാധനം. ഞാനും അഡിക്റ്റ് ആയിരുന്നു. എനിക്ക് സാധനം അടിയാണ്. തലയും കൂടെ കത്തിയിട്ട് നല്ല രസല്ലേ? സിനിമയില് സൈക്കോണല്ലേ ഏകദേശം അല്ലേ? നല്ല രസല്ലേ? എന്ത് സന്തോഷത്തോടെ കൂടെ പോകും. നോക്കി കണ്ണീന്നൊക്കെ ഞാൻ ഇതിന്റെ റിയാക്ഷൻ ഒക്കെ നേരത്തെ നമ്മൾ സെറ്റിൽ കണ്ടു കഴിഞ്ഞ ആളാ. ഇതൊക്കെ എന്തെന്ന് പണി കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ അങ്ങനെയൊന്നും ഞാൻ വീഴില്ല മോളെ. ലിസറിനേക്കാൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്. ശരിക്കും പറയാം, നിങ്ങളുടെ ഇതൊക്കെ സിനിമയും കാര്യങ്ങളൊക്കെ പറയും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പറഞ്ഞില്ലേ? പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്താണ്, ആരാണ്, എങ്ങനെയാണ്? താൻ പറയും ഇത് ജിം നോക്കുന്നുണ്ട്, സ്പോർട്സ് ആണ് ആഗ്രഹം. നിധി ചേട്ടാ? എനിക്കങ്ങനെ പേഴ്സണൽ ലൈഫ് ഇത് തന്നെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയാണ് ഉള്ളത്. ബാക്കിയുള്ള വീട്ടില് എന്റെ പേരോ? എന്റെ പേര് നിബിൻ. ഞാൻ 2 തവണ മണത്താക്കി. ബ്ലൂ കളറിലെ സാധനം എന്താ? അത്രല്ലേ? അതെടുത്താ മതി. പോക്കറ്റിൽ എനിക്കറിയാം, എനിക്ക് അത്ര മതി. നീ നമ്മളെ സോങ് കേട്ടിട്ടില്ല. നമ്മളെ സോങ് കൂടി കേട്ടിട്ട് നീ ഇങ്ങനെ ഇരുന്നിട്ട് സോങ് കാണണം. സന്തോഷായില്ലേ?
പണിഷ്മെന്റ് ആണ്. സോങ് കേൾക്കാതുകൊണ്ട് ഇനി വേറെ സോങ് കേൾക്കാം. അതായത് ഞങ്ങൾ 3 സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. എടീ ഒന്ന് പറഞ്ഞോട്ടെ. അതെ, ഞങ്ങൾ ഇവിടെ തണുപ്പിന്റെ പ്രൊമോഷൻ കളിക്കല്ലോ. 4-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾ 3 സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അങ്കുലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സോങ്, പിന്നെ മാമ്പു മണവിത എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് സോങ്. ഇതിനു വേണ്ടി അത്യാവശ്യം അങ്കുലങ്ങൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അധികം ഉള്ള റേഡിയോ ഇതിലൊക്കെ കേൾക്കാറുണ്ട്. ഞങ്ങളൊരു റീൽ കോൺടെസ്റ്റ് വരെ സംഘടിപ്പിക്കുന്നുണ്ട്. നല്ല റീലൊക്കെ ചെയ്ത് അയക്കുകയാണെങ്കിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 15,000 അപ്പൊ നോക്കി ചെയ്യാത്തറുണ്ടെങ്കിൽ ഉടനെ ചെയ്തോ. അവസരം എത്ര നാൾ വരെ ഉണ്ട്? ഞങ്ങളൊരു അടുത്ത മാസം 7-ാം തീയതി വരെ അല്ലേ? അടുത്ത മാസം 7-ാം തീയതി, നവംബർ 7 അല്ല ഒക്ടോബർ 7, 10. ഞാൻ എന്റെ മൊത്തം കിളി വാങ്ങിപ്പോട്ടോ. 7-ാം തീയതി വരെ ഒക്ടോബർ 7-ാം തീയതി വരെ ഉണ്ട്. അപ്പം 15,000 രൂപ ഫസ്റ്റ്, സെക്കൻഡ് 10, പിന്നെ 5,000 രൂപ. കേട്ടല്ലോ അല്ലേ? നോക്കിയിരിക്കുന്ന വേണ്ട, റീൽ ചെയ്യുന്നവരൊക്കെ ചടാ പടാന്ന് പറഞ്ഞ് ചെയ്തോ. അവസരങ്ങൾ ഉടനാകട്ടെ, വേഗമാകട്ടെ. വേഗം കേട്ടോ, നോക്കിയിരിക്കുക. അപ്പം വലിയൊരു സിനിമ, ചെറിയൊരു സിനിമ, വലിയ സിനിമ തന്നെ പറഞ്ഞത്. വലിയൊരു സിനിമ, വലിയൊരു സ്വപ്നം, വലിയൊരു ആഗ്രഹങ്ങളല്ലേ? അതിനി 4-ാം തീയതി ആകാൻ പോവാ. പേടിയുണ്ടോ? ഒരു പേടിയില്ല. നല്ല മുഖത്ത് ചിരിച്ചിരിക്കുന്ന ഉള്ളിൽ ഇങ്ങനെ സത്യം പറയാൻ ഇടിച്ചോണ്ടിരിക്കുക. ഒരു പേടിയില്ല. ഒന്ന് ക്യാമറ അച്ഛൻ എന്താ എനിക്കറിയത്തില്ല. അയ്യോ, അതാണ് ഞാൻ നമ്മുടെ രാകേഷ് ഞാൻ പറയും, നിങ്ങൾ മൂവി റിലീസ് ആവുന്ന നിങ്ങളൊക്കെ പടം കണ്ടോ, ഞാനിവിടെ വല്ലാർപടം പള്ളിക്കാട് കഴിഞ്ഞിട്ട് വിളിച്ചത്. എനിക്ക് 2 മെഴുകുതിരി കത്തിച്ചിട്ടൊക്കെ അല്ല, എനിക്ക് ഇതിന്റെ ടോട്ടാലിറ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നല്ല ധൈര്യത്തിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പ്ലാൻഡ് അല്ല. എന്താണ് വരിക, ഞാൻ ഇതിന്റെ ഇടയിൽ 2 പടങ്ങൾ അസോസിയേറ്റഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ഷെഡ്യൂളാണ്. ഏതാണോ ആദ്യം തുടങ്ങുന്നത് അതിലേക്ക് അങ്ങ് കയറിപ്പോകും. അത്രയാണ്. ബാക്കി വരുന്നത് സിനിമയിൽ തന്നെ നിൽക്കുക എന്നുള്ളത്. സിനിമയിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ? എത്ര പേര് സിനിമ വിട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ നിൽക്കാൻ പറ്റുന്ന പറയുന്നത് വലിയ ഭാഗ്യമാണ്. സിനിമ ചെയ്യുന്നതിനേക്കാൾ സിനിമ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ ഭാഗ്യമാണ് അത്. തീർച്ചയായും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റും. പക്ഷെ എഡി മാത്രമായിട്ടല്ല, സിനിമ സംവിധാനം ചെയ്യും, സിനിമ അഭിനയിച്ചും ഒരുപാട് മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കഥാപാത്രമായി, ഒരു കഥാപാത്രം നിലനിൽക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാവാൻ സാധിക്കട്ടെ. താനും സിനിമ ചെയ്യട്ടെ, വഴിതെറ്റി ഒന്നും വന്ന വഴി കൂടെ തന്നെ കൃത്യമായിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അപ്പം സിനിമ ഈ തണുപ്പെന്ന് പറയുന്നത് വലിയൊരു ഹിറ്റായി മാറട്ടെ. ഇതിന്റെ സക്സസ് നമുക്ക് കൊണ്ടേ. പിന്നെ ഉറപ്പായി സിനിമ കണ്ടിട്ട് എന്തായാലും ഞാൻ പറയാം. അപ്പം സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. താങ്ക് യു. മറക്കണ്ട, 4-ാം തീയതി ഒക്ടോബർ പടം 4-ാം തീയതി 2 ദിവസം കൂടെ ഉള്ളൂ. എല്ലാരും തിയേറ്ററിൽ വന്ന് പടം കാണും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിയേറ്റർ തന്നെ അന്ന് തിയേറ്റർ തന്നെ ഹിറ്റ് ആവട്ടെ അല്ലേ? തിയേറ്റർ തന്നെ ഹിറ്റായി. കാരണം ഇതൊരു അത്യാവശ്യമാണ്. തിയേറ്ററിൽ നിങ്ങൾ വന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഒരിക്കലും സങ്കടം തോന്നില്ല, പ്രേക്ഷകൻ ഒരിക്കലും സങ്കടം തോന്നില്ല. തീർച്ചയായും അടിപൊളിയാവട്ടെ. പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ കൈവിട്ടിട്ടില്ല. ഒന്നും അതുപോലൊരു സിനിമയായി മാറട്ടെ. താങ്ക് യു.